സോ നമ്മൾ വീട് എന്നുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവാം. ഓക്കെ, ഫൈൻ. എൻ്റെ സ്ക്രീൻ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. യെസ്, എൻ്റെ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ വീട് എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. വീട്.io ഇതാണ് അതിന്റെ URL. ഞാൻ ചാറ്റിലേക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വീട് ഒന്ന് കണ്ടിരിക്കുക. നിങ്ങളുടെ ടൈം കുറച്ച് സേവ് ചെയ്യാൻ വീട് നിങ്ങളെ സഹായിക്കും. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പേസോ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡിസ്ക് സ്പേസോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഇത് സെർവറിലാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രൗസറിൽ നമുക്ക് വീട് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തോ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തോ ആയിരിക്കില്ല വീട് വർക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഏതെങ്കിലും ആൾക്കാർക്ക് കമ്പ്യൂട്ടർ അത്ര ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സെർവറിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇതിന്റെ ഫ്രീ വെർഷൻ ഉണ്ട്, പെയ്ഡ് ഉണ്ട്. പെയ്ഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ 400-500 രൂപ മന്ത്ലി വരും. ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പക്ഷെ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രീയിൽ തന്നെ നമുക്ക് ചെയ്യാം, പക്ഷെ പെയ്ഡിലും കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടും. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിവിടെ അപ്ലോഡിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിതിൽ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡിന് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ കട്ടിങ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം. ഞാൻ ലൈവായിട്ട് തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല, അതിന് പകരം പുതുതായിട്ട് ഒരു വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം ഇവിടെ ക്രിയേറ്റ് എ വീഡിയോ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്താൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കൊടുക്കാം. അതല്ലാതെ ഇതിൽ തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ക്യാമറ എനിക്ക് എടുക്കാനായിട്ട് പറ്റും. എൻ്റെ ഓഡിയോ കാര്യങ്ങളെല്ലാം എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഏത് ക്യാമറയാണ്, ഏത് മൈക്കാണ്, ഇതെല്ലാം വരും. ഇപ്പോൾ എൻ്റെ ക്യാമറ, ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ എൻ്റെ ക്യാമറ വന്നു, എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം എൻ്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനും കൂടെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനും കൂടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പോവാം. ഇനി ഇവിടെ താഴെ തന്നെ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിന്റെ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഗ്രീൻ സ്ക്രീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ബേസിക്കിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നു ഒരു കണ്ടന്റ്. ആ കണ്ടന്റ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഹായ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഒന്ന്, നമ്മുടെ അക്കൗണ്ടബിലിറ്റി നമ്മൾ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളോട് ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കുക, നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടുകൊണ്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു റിഫ്ലക്ഷൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി നമ്മൾ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കീ. രണ്ടെന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. അതല്ലാതെ യാത്ര തുടങ്ങി എവിടെയെങ്കിലും പോകുന്ന അനുസരിച്ച് മാറിപ്പോവുകയല്ല. നമുക്ക് എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത കൊണ്ടുവരിക, നമ്മുടെ ഗോളിൽ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരിക, ആ ഗോള് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ഗോൾ എന്താണോ ആ ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണമെങ്കിൽ നമ്മുടെ റൂമിലോ മറ്റോ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ സക്സസ് ആകുന്ന സമയത്തുള്ള വിഷ്വലൈസേഷൻ ഇമേജസ് ഒക്കെ നമ്മുടെ റൂമിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ അത് കണ്ടുകൊണ്ടാണ് എണീക്കുക. നമ്മുടെ മിഷൻ ആ രീതിയിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിയും. ഫോക്കസ് തെറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സക്സസ് ആകില്ല. അതുകൊണ്ട് തന്നെ ട്രാക്ക് തെറ്റിയാൽ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ട്രാക്ക് തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അതിന് നമ്മുടെ ഗോള് നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ നിർത്തുക. നമ്മുടെ മൊബൈലിലെ വാൾപേപ്പറിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വിഷ്വലൈസേഷൻ ഇമേജ് ഒക്കെ ഇട്ടിരിക്കുക. ആ രീതിയിൽ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് അറിയിക്കുക. തുടർന്നും ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. താങ്ക് യു ആൾ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു ഇത് മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തിയത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയോ? യെസ്, ഇതിനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തി പറഞ്ഞത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പൗസ് ഞാൻ കൊടുക്കാനുള്ള കാരണം എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് നിർത്താം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കാര്യം തെറ്റിപ്പോയാൽ പോലും അവിടെ വെച്ച് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യണമെന്ന് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ്സ് ഒക്കെ ചെയ്യാം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കുറേശ്ശെ നിങ്ങൾക്ക് പറയുകയാണ്. ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിർത്തി ചെയ്യാം. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തെറ്റുകൾ പറ്റും. വാക്കുകൾ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റ് പറ്റി ഞാൻ കട്ടാവും. ആ തെറ്റ് പറ്റി കട്ടാവുന്നതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഫൈനൽ വെർഷൻ എനിക്ക് കിട്ടും. ആ രീതിയിൽ എനിക്ക് മിസ്റ്റേക്സുകൾ ഒഴിവാക്കാൻ പറ്റും. ഞാൻ വീണ്ടും അതിനൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് മിസ്റ്റേക്സ് പറ്റും അത് എഡിറ്റിംഗ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാലും നിർത്തിയിട്ട് എഡിറ്റിങ്ങിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാൻ വീണ്ടും ഇതിനെ ആക്ച്വൽ റെക്കോർഡിംഗിലേക്ക് പോകുന്നു. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. പേഴ്സണൽ ഡെവലപ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നല്ല രീതിയിലുള്ള ഒത്തിരി പേഴ്സണാലിറ്റികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ നല്ലൊരു ഒബ്സർവ് ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവരിക. കാരണം നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സ്കൂളിലും കോളേജിലും ഇപ്പോൾ നമ്മൾ ചെയ്തിരുന്ന പല ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു നല്ല പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് ഒന്ന് കമന്റിൽ അറിയിക്കുക. യെസ്, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് അറിയിക്കുക. ഞാൻ ഓക്കെ, സോ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നു. ഒന്നാമതായിട്ട് പേഴ്സണൽ ഡെവലപ്മെന്റിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല നല്ല ബുക്കുകൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ബുക്കുകൾ നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതിന്റെ ആകെത്തുകയാണ് നമ്മുടെ വിജയം എന്നുള്ളത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ നമ്മുടേതായിട്ടുള്ള റിച്വൽസ് കൊണ്ടുവരിക. രാവിലെ എക്സസൈസ് ചെയ്യുക, കുറച്ചു നേരം നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനായിട്ടൊക്കെ സമയം മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന റിച്വൽസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 3, എപ്പോഴും നമ്മുടെ കൂടെ നടക്കാനായിട്ട് ഒരാളെ കൂടെ നമ്മൾ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ സെയിം വാല്യൂ സിസ്റ്റം ഉള്ള നിങ്ങളുടെ നിങ്ങളെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്ത് നിങ്ങളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക. അതും നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിനെ കൊണ്ടുവരിക. ചിലപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇച്ചിരി വീക്ക് ആണെങ്കിൽ അക്കൗണ്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടബിലിറ്റിയിലേക്ക് പോയി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നിങ്ങളുടേതായിട്ടുള്ള നല്ല നല്ല കൂട്ടുകാരെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ നല്ല രീതിയിൽ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. യെസ്,
ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കുന്നത്? കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ഒത്തിരി മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് നല്ല കണ്ടന്റുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമന്റും പുതിയ കണ്ടന്റിനുള്ള അവസരമാണ്. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. പുതിയ നല്ല വാല്യൂ കണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. പ്രവീൺ കാൽവിൻ കാൽസോൺ. യെസ്, ഞാനിവിടെ റെക്കോർഡിങ് കഴിഞ്ഞു. ഇടയ്ക്ക് മിസ്റ്റേക്ക് പറ്റി, തെറ്റ് പറ്റി, അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നിർത്തി, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇത് എഡിറ്റിംഗിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു, വിത്തിൻ സെക്കൻഡ്സ് അത് അപ്ലോഡ് ആവുകയാണ്, സെർവറിലേക്ക് അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്കല്ല, എൻ്റെ കമ്പ്യൂട്ടറിന്റെ സ്പേസ് പോലും എനിക്ക് നഷ്ടമാവില്ല. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എടുക്കാൻ പറ്റും. യെസ്, ഇവിടെ 87% അപ്ലോഡായി, 88, 90%ആയി. 1-2 മിനിറ്റിനകത്ത് അത് ഫുൾ അപ്ലോഡായിട്ട് നേരെ വരും. ഞാൻ പറഞ്ഞത് കണക്ട് ആവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം വീട്ടിൽ. അല്ലാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ തെറ്റുകൾ പറ്റാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എഡിറ്റിംഗിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ സ്ട്രെച്ചിൽ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. 99% ഇത് ഇവിടെ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഒരു അല്പസമയത്തിൽ ഇതാ ഡൺ, അപ്ലോഡിങ് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ഞാൻ ഇതിനെ ഇത് ചെയ്യാണ്, ഇതിനെ എഡിറ്റ് ചെയ്യാണ്. ഇവിടെ ഏറ്റവും മുകളിൽ എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ എഡിറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിത് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, ഞാനത് ആൻസർ ചെയ്യും. ചാറ്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇത് ഒന്ന് വന്നു, ഇവിടെ എനിക്ക് വീഡിയോ വന്നു, ഇത് എല്ലാം എഡിറ്റിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ ശബ്ദം ഏതെങ്കിലും രീതിയിൽ ക്ലീൻ അല്ല, ബാക്ക്ഗ്രൗണ്ട് ഞാനതൊന്ന് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കുകയാണെ. എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും സൗണ്ട് നോയ്സസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പിൽ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് കൊടുത്താൽ ചെറിയ ശബ്ദങ്ങൾ, അൺവാണ്ടഡ് നോയ്സസ് ശബ്ദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഐ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ വീഡിയോസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ക്യാമറ ഇതാണല്ലോ. ഇൻ കേസ് ക്യാമറയുടെ അടുത്ത് നിങ്ങളൊരു പേപ്പർ വച്ചിട്ടാണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ടെലിപ്രോംപ്റ്റർ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാതെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ തൊട്ടടുത്ത് നിങ്ങളൊരു പേപ്പർ വെച്ചിട്ട് സംസാരിക്കുന്നു. ആ പേപ്പർ വെച്ച് സംസാരിക്കുമ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ പേപ്പറിൽ നോക്കി വായിക്കുകയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വായിച്ചാൽ പോലും അത് എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഐ കറക്റ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയിൽ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കണ്ണു പോകുമല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറയിൽ നോക്കുന്നതായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ അതിൻ്റെയും ഡെമോൺസ്ട്രേഷൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഓപ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ക്യാമറയുടെ അടുത്തൊരു പേപ്പർ വെച്ച് വായിച്ചാൽ പോലും അത് പേപ്പറിൽ വായിക്കുന്നല്ലാതെ നിങ്ങളുടെ ഐ കോണ്ടാക്ട് ക്യാമറയിലേക്ക് വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് കറക്റ്റ് ചെയ്യും. അത് കുറച്ചുകൂടി ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ തുടക്ക സമയത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഐ കോണ്ടാക്ട് മിസ്സിംഗ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ഐ കോണ്ടാക്ട്സ് കറക്റ്റ് ചെയ്യും. യെസ്, ഇത് യൂസ്ഫുൾ ആണോ? ചാറ്റിലേക്ക് റെസ്പോണ്ട് ചെയ്യാവോ? അതായത് നിങ്ങൾ ആദ്യമൊക്കെ കണ്ടന്റ് ചെയ്യുമ്പോൾ എഴുതി വായിക്കുകയാണെങ്കിൽ പോലും അത് ഞാൻ എൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇതെല്ലാം ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പിന്നെ ഈ ഒരു ടൂളിന്റെ പ്രൈസിങ് വരുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഫ്രീ ആണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓഡിയോ ക്ലീനപ്പ് ചെയ്യുന്നത് ഫ്രീ ആണ്, ഐ കോണ്ടാക്ട്സ് ഫ്രീ ആണ്, ഇതിൽ പലതും ഫ്രീ ആണ്. ഇതിൽ ചില പോർഷൻസ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്നതും ഫ്രീ ആണ്. ഇതിലെ ചില ഓപ്ഷൻസ് വരുമ്പോഴത്തേക്കും അത് പെയ്ഡിൽ മാത്രമായിരിക്കും കിട്ടുക. പെയ്ഡ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ല, ഇന്റർനെറ്റിന്റെ ചാർജ് പോലെ 400-500 രൂപ മാത്രമേ മന്ത്ലി നമുക്ക് വരത്തുള്ളൂ ഈ ഒരു വീട്. പക്ഷെ അതിനകത്ത് അതിനുള്ള പണി ചെയ്യും. ഒരു എഡിറ്ററെ കൊണ്ട് പണി ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എത്രയാണോ മന്ത്ലി പൈസ കൊടുക്കേണ്ട, ഒരു സാലറി കൊടുക്കേണ്ട, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുഞ്ഞു പൈസ ആകുന്നുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അല്പസമയത്തിനകത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് പോകും. ഇനി ഗ്രീൻ സ്ക്രീൻ ആണ് എങ്കിൽ ഗ്രീൻ സ്ക്രീൻ ആയിട്ട് കട്ട് ചെയ്യും. ഇൻ കേസ് ഗ്രീൻ സ്ക്രീൻ അല്ല എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, കുറെ ഒബ്ജക്ട്സ് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ ഇതുപോലും
ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഇത് കറക്റ്റ് കട്ട് ചെയ്ത് വരുന്നുണ്ടാവും. മറ്റ് ഇമേജസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു അല്പ സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് അത്രയും ഇതിപ്പോൾ ഒരു 17-18% ഒരു അല്പ സമയത്തിനകത്ത് അത് ഇത് കട്ടാവുന്നുണ്ടാവും. ഗ്രീൻ സ്ക്രീൻ ആണുള്ളതെങ്കിൽ ആ ഗ്രീൻ സ്ക്രീൻ കൊടുക്കാം. ഇനി മറ്റേതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആ കളർ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങളൊരു ബ്രൗൺ കളറുള്ള ചെവറിന്റെ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ആ കളർ പിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാജിക് കട്ടാണ്. മാജിക് കട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നിർത്തി, ഇങ്ങനെ തെറ്റ് പറ്റി അതായിട്ട് ഞാൻ നിർത്തി. അപ്പൊ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ശബ്ദമില്ലേ, അത് വരുന്നത് ബാഡ് ആയിട്ടുള്ള ടേക്ക്. ബാഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു തെറ്റിപ്പോയി, അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് വീണ്ടും ഒരല്പസമയം കഴിച്ചായിരിക്കും ഞാൻ ശരിയായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തെറ്റ് പറ്റി നിർത്തിയതാണെന്ന് ആർട്ടിഫിഷ്യൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ആക്ച്വൽ പോർഷൻ മാത്രമായിരിക്കും ഇവിടെ വരിക. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ ഓരോന്നായിരുന്നായിട്ട് നോക്കി കട്ട് ചെയ്യണം. പക്ഷെ അതില്ല. ആ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ് പറ്റിയാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ എടുക്കേണ്ട ഒരു ചെറിയ സ്ട്രാറ്റജി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് അതിന്റെ പണി നന്നായിട്ട് ചെയ്യും. എങ്കിലും തെറ്റ് പറ്റിയാൽ ഒരു സ്പേസ് കൊടുക്കുക. ഇപ്പൊ എനിക്ക് തെറ്റ് പറ്റി, അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കുക. അപ്പൊ അവിടെ സൈലന്റ് എന്നുള്ള ഒരു സ്പേസ് വരും. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് എഡിറ്റിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഇപ്പൊ തെറ്റ് പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുകയില്ല. തെറ്റ് പറ്റുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ അത് സ്പേസ് കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ഡെഡ് എയർ ഉണ്ടാവും. നമ്മൾ ഒന്നും സംസാരിക്കാൻ നിൽക്കുന്ന സമയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാപ്പ് ഇട്ടത്. അങ്ങനെ ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന സമയവും ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതി, താനെ അത് എഡിറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു എഡിറ്റിങ്ങിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്? ഞാൻ ഇതിൽ വരാം, ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് വരാം. യെസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ ശബ്ദം നമുക്ക് ഏതെങ്കിലും രീതിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന്റെ പുറകിൽ പല വീഡിയോസും എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിൽ പല തരത്തിലുള്ള ഇമേജസും വീഡിയോസ് ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇവിടെയും അതുപോലുള്ള ഇമേജസ് വീഡിയോസ് കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്ത് തന്നെ മീഡിയ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഇതിനകത്ത് പോയി സെർച്ച് ചെയ്താൽ ആവശ്യത്തിനുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. ആ വീഡിയോസ് നമ്മൾ ജസ്റ്റ് എടുത്തിട്ടാൽ മതി, അത് വരാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് എഴുത്ത്, ഇപ്പൊ മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ താഴെ ഇംഗ്ലീഷിൽ അത് എഴുതി കാണിക്കും. ഇപ്പൊ ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ താഴെ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് എഴുതി കാണിക്കും. ഇപ്പൊ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ റീൽസ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ റീൽസിൽ ഒരാളുടെ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ക്യാപ്ഷൻസ് ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുറച്ചുകൂടെ എൻഗേജ്മെന്റ് കൊണ്ടുവരും. എഴുത്തുകൾ താഴെ വരും അല്ലെ? ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുത്തുകൾ ഓട്ടോമേറ്റഡ് ആയിട്ട് വരുന്നതിന് സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, ഇവിടെ സബ് ടൈറ്റിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ക്യാപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒറ്റ ക്ലിക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇതിനെ പോർട്രേറ്റ് ആക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി കൺവേർട്ട് ആവും, ലിങ്ക്ഡനിലേക്ക് വേണ്ടി കൺവേർട്ട് ആവും. ഇനി ടിക്ടോക്കോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഒറ്റ ക്ലിക്കിൽ മുഴുവനും അത് എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ആവും. അപ്പോൾ നമ്മളിരുന്ന് ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്യാതെ നമുക്കിത് കൃത്യമായിട്ട് ടൂൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ചെലവ് ഏകദേശം ഒരു 500 രൂപ ആ റേഞ്ചാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ വരിക ഒരു മാസത്തേക്ക്. അത് വലിയൊരു അസറ്റാണ്. അപ്പോൾ ഇതിനെ ഒന്ന് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ പേർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഒരു വീഡിയോ എഡിറ്റർ ഉള്ളതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്യും. ഇനി പെയ്ഡ് അല്ലാതെ ഫ്രീ വെർഷനിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ പെയ്ഡിൽ വരുന്നുണ്ട്. ഞാൻ അത് കാണിക്കാം. യെസ്, ഇപ്പോൾ 87% ഇതവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പോയിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, 89, 95%, 100%. യെസ്, അത് ഇതവിടെ ലോഡ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ലോഡിങ്, ബഫറിങ്. യെസ്, ഇവിടെ എന്റെ ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കട്ടായി വന്നിരിക്കുന്നത്. യെസ്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കട്ടായി കിട്ടി. ഓക്കെ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും എന്തായിരുന്നു എന്ന് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറി കിട്ടി. ഇനി എനിക്ക് ഇവിടെ മീഡിയ ലൈബ്രറിയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ഇനി അവതാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരാം. ഇവിടെ ആക്ച്വൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ,
ഇനി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് തന്നെ എനിക്ക് എടുക്കാം. വീഡിയോസ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇട്ട് കാണിക്കാം. എന്നിട്ട് അതിൻ്റെ ഇതിലേക്ക് പോവാം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുന്നു. ഓക്കെ, ഒരു വിൻ ചെയ്തിരിക്കുന്ന ഒരാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇട്ടു. ആ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ പുറകിൽ വരുന്ന രീതിയിലോട്ട് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സക്സസ്ഫുള്ളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ പുറകിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇടുകയാണ്. കണ്ടോ, ശരിക്കും ഞാൻ ആക്ച്വലി എവിടെ ഇരുന്നേ? ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു. കുറേ ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്കല്ലേ ഞാൻ ഇരുന്നത്. പക്ഷെ അത് കട്ട് ചെയ്തത് നല്ല മനോഹരമായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? ഞാൻ ഒറ്റ ക്ലിക്ക് ചെയ്താലത് വേറെ എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്തോ? അതിൻ്റെ സൈഡ് കളർ അഡ്ജസ്റ്റ് ചെയ്യോ? ഒന്നും ചെയ്തില്ലല്ലോ. ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ പോലും ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ കട്ട് ചെയ്യണം, കറക്റ്റ് ചെയ്യണം, ഇതൊക്കെ വേണ്ടേ? പക്ഷെ ഇവൻ എനിക്ക് കറക്റ്റ് കട്ട് ചെയ്ത് തന്നില്ലേ? ഇതെന്തെങ്കിലും ഫീൽ അറിയുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ നിങ്ങളുടെ ഔട്ട്പുട്ട്? പേഴ്സണൽ ഡെവലപ്മെന്റ്. ഞാൻ ഇത്രയും ക്രൗഡ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് പോലും ഒറ്റ ക്ലിക്കിൽ എനിക്കിത് മാറിയത് കണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാനത് പതുക്കെ പോകുന്നത് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു 1 ക്ലിക്കിൽ എനിക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഒന്ന്. ഇനി ഞാൻ എഡിറ്റിലേക്ക് തിരിച്ച് വീണ്ടും ഞാൻ എൻ്റെ പഴയ ഓപ്ഷനിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടുത്ത് മാറ്റിയിട്ട് പഴയതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. എപ്പോഴും വേണമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ക്ലിപ്പിൽ എനിക്ക് തിരിച്ചു വരാനും പറ്റും. ഇനി തിരിച്ചു വന്നിട്ട് ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി എൻ്റെ സ്ക്രീൻ ഒന്ന് ശ്രദ്ധയോടെ കൂടെ നോക്കണേ. ഞാൻ ലൈവ് ഓട്ടോമാറ്റിക് എഡിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സൗണ്ട് വേവ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് അറിയാം. അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, ബാക്കിയുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ വോയിസ് വരിക. ഇനി ഇതിനെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് ഏറ്റവും മുകളിൽ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് മാജിക് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴത്തെ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ താഴത്തെ ക്ലിപ്പിലേക്ക് തന്നെ നോക്കിക്കണേ. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ മാജിക് കട്ട് ചെയ്യാൻ പോവാണ്. പിക്കിംഗ് യുവർ ബെസ്റ്റ് ടേക്ക്, ഏറ്റവും മികച്ചതായിട്ടുള്ള ടേക്കുകൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിറ്റിങ്ങിനായിട്ട്. 54%, 67, 73. യെസ്, ഏറ്റവും മികച്ച ക്ലിപ്പുകൾ സെലക്ട് ചെയ്യുന്നു. യെസ്, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് നിർത്തിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് ഇവിടെ ഇത് ചെയ്യുന്നു. യെസ്, ഇവിടെ ഓക്കെ, സോറി, ഞാൻ അടുത്ത ഓപ്ഷൻ മാജിക് കട്ടല്ല, തൊട്ടടുത്ത റിമൂവ് സൈലൻസ് ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നു. റിമൂവ് സൈലൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, ഒറ്റ ക്ലിക്കിൽ ശ്രദ്ധിച്ചോ, താഴെ നോക്കിയേ, ഏറ്റവും താഴെ ആ ക്ലിപ്പിലേക്ക് നോക്കി. ഞാൻ ആ റിമൂവ് സൈലന്റ് ക്ലിക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ എൻ്റെ അൺവാണ്ടഡ് എല്ലാം റിമൂവ് ആവുന്നുണ്ട് ഒറ്റ ക്ലിക്കിൽ. കണ്ടോ? അതായത് ആ ക്ലിക്ക് ചെയ്യുന്ന സമയം മാത്രം മതി ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. ഒന്നുകൂടെ ഞാൻ അൺഡു ചെയ്തു. താഴെ നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് ബാഡ് ടേക്ക് ഉണ്ട്. ഒറ്റ ക്ലിക്കിൽ എനിക്കത് ഫുള്ള് ക്ലിയർ ആയി. അപ്പൊ ഇനി ഞാനിവിടെ എടുക്കുമ്പോൾ ഇത് ഒരിടത്ത് ഞാൻ നിർത്തിയിട്ട് അടുത്തേക്ക് പോകുന്നതായിരിക്കും വരിക. എല്ലാ ദിവസവും നമ്മുടേതായിട്ടുള്ള ശരിക്കും അത് എഡിറ്റിംഗ് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലും കണ്ടില്ല. നോക്കിക്കാണേ, നമ്മുടെ വിജയം എന്നുള്ളത്. എല്ലാ ദിവസവും ഞാൻ ഇതിനിടയ്ക്ക് നിർത്തി ഗ്യാപ്പ് ഇട്ടിട്ടാണ് പറഞ്ഞത്, പക്ഷെ ആ ഗ്യാപ്പ് പോലും ഗ്യാപ്പ് ഉണ്ടെന്നേ അറിയുന്നില്ല. നോക്കിയേ, നമ്മുടെ വിജയം എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മുടേതായിട്ടുള്ള റിച്വൽസ് കൊണ്ടുവരിക. രാവിലെ എക്സസൈസ് ചെയ്യുക, കുറച്ചു നേരം മെഡിറ്റേഷൻസ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനായിട്ടൊക്കെ സമയം മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന റിച്വൽസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 3, എപ്പോഴും നമ്മുടെ കൂടെ. കണ്ടോ, ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ടല്ലേ പറഞ്ഞത്, പക്ഷെ അത് കട്ടിങ് നേരെ പോയത് കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തിയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അത് കട്ടിങ്ങിൽ അത് കറക്റ്റ് ചെയ്ത് പോയത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഇനി ഇതിന്റെ ഓരോന്നോരോന്നായിട്ട് ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. നമുക്ക് ഇതിൽ എഡിറ്റിങ്ങിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കിട്ടും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഇടയ്ക്കുള്ള നോയ്സ് റിമൂവ് ചെയ്യാൻ പറ്റും, ഈ സൈലൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സെയിം സാധനം ഞാൻ എഡിറ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്യണം. പക്ഷെ അത് അരമണിക്കൂറുള്ള വീഡിയോ ആണെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി വരുന്ന സമയം ഒറ്റ ക്ലിക്ക് കൊടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് നോക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി ഇതിൽ അഡീഷണലി വരുന്ന ഫീച്ചേഴ്സ്, ഞാൻ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് അതും ലൈവ് ഡെമോൺസ്ട്രേഷൻസ് ചെയ്യാൻ പറ്റുന്നത് ലൈവ് ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ വീണ്ടും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തിരിച്ച് ബാക്കിലേക്ക് പോയി, ആ പ്രൊജക്റ്റ് നിൽക്കട്ടെ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ
ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് ഏത് ഫയലും ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലോ ഇല്ലെങ്കിൽ നമ്മൾ സൂമിൽ ചെയ്ത വീഡിയോ ഒക്കെ എനിക്ക് ജസ്റ്റ് ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മീഡിയ അപ്ലോഡിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിടാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കണ്ടന്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ വെച്ച് സംസാരിക്കേണ്ട ഒരു ഇതാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിൽ നമുക്കിവിടെ കിട്ടും. മലയാളം ട്രൈ ചെയ്തിട്ടില്ല. മലയാളം നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മലയാളത്തിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ഇതുണ്ടാവും, പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഞാനിവിടെ ChatGPT ന്ന് ജസ്റ്റ് ഒരു കണ്ടന്റ് എടുക്കുന്നു. എന്നിട്ട് ആ കണ്ടന്റിനെ ഒന്ന് ഇതിലേക്ക് ഇട്ട് നോക്കാം. അപ്പൊ എന്താണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അവതാറിനെ വെച്ചിട്ട് നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ചില ഏരിയയിലൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ബിസിനസ്സിൽ അവതാർ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് എടുക്കുക, എന്നിട്ട് ആ കണ്ടന്റിനെ നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഇംഗ്ലീഷിൽ തന്നെ കാണിക്കാം, എന്നിട്ട് മലയാളം പറ്റുമെന്ന് ട്രൈ ചെയ്യാം. മലയാളം ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് ട്രൈ ചെയ്യാം. യെസ്, ഇംഗ്ലീഷ് ഇന്ത്യൻ. ഓക്കെ, എന്നിട്ട് ജനറേറ്റ് വീഡിയോ കൊടുക്കാം. ഇപ്പൊ ഞാൻ ChatGPTയിലുള്ള ഒരു കണ്ടന്റ് എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ എടുത്തു. ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ ആയിരിക്കുന്ന ക്യാരക്ടറാണ്, മീൻസ് റിയൽ ആയിട്ട് ഉള്ള ക്യാരക്ടറാണ്, അതിന്റെ ആർട്ടിഫിഷ്യൽസ് ആണ്. അപ്പോൾ അതൊരു റോബോട്ടായിട്ടല്ല, ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെയുള്ള ക്യാരക്ടറാണ് കിട്ടുക. ഇനി അതിനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് പ്രോസസ് ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ ChatGPTന് ഏതെങ്കിലും കണ്ടന്റ് ഉണ്ട്, അത് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെ വെച്ച് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഏരിയയിൽ. നമുക്ക് നോക്കാം. ഇവിടെ വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒത്തിരി കണ്ടന്റ്സ് ചെയ്യാനുണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് ഇതിനെ പോലെ അവതാർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവതാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. 27%, 32% അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്, 44%, 50%. എഡിറ്റിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മിനിമം കുഞ്ഞ് സമയം എടുക്കും, പക്ഷേ ക്ഷമയോട് കൂടി നമുക്ക് വന്നിരിക്കാം. 76%. %94. യെസ്, ഡൺ. ഓക്കെ, നമ്മുടെ വീഡിയോ അവിടെ വന്നു. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Personal growth comes from stepping out of your comfort zone and expanding your capabilities. Self-awareness, understand your strengths, weaknesses. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്തും കാണിച്ചു തരാം ആ വീഡിയോയുടെ ഒരു values and goals. Regular introspection and mindfulness can help you make intentional decisions aligned with your personal and professional aspirations. Building resilience, develop the ability to adapt to challenges and setbacks. Personal development involves cultivating a positive. സാധാരണ കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓപ്ഷൻ ഉണ്ട് സുനിൽ. നമ്മൾ ലൈവായിട്ട് തന്നെ വേണം, ഇതൊരു ഷോർട്ട് കട്ട് അല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിച്ചേ ഉള്ളൂ, അതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരണ്ടെന്നൊന്നും തീരുമാനിക്കണ്ട. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ ഇനി മലയാളത്തിലൊന്ന് വേണമെങ്കിൽ ഒരു ഫൺ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എങ്ങനെ വരുമെന്ന് നോക്കാം. മലയാളം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ നമുക്കൊന്ന് നോക്കാം. മലയാളം ഒന്ന് നോക്കണോ? ഇതിനെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ച് എന്തായിരിക്കും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? യെസ്, മലയാളം വേറൊരു ക്യാരക്ടർ എടുക്കാം അല്ലേ? ഇപ്പം ഒരാൾ സംസാരിച്ചല്ലോ, മറ്റൊരാളെ ഒന്ന് എടുക്കാം. ഓക്കെ, മറ്റൊരാൾ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം. ഞാനിപ്പോൾ മറ്റൊരു ക്യാരക്ടർ എടുത്തു, ജനറേറ്റ് വീഡിയോ. ആളെ മാറ്റി മലയാളിയാക്കാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഓക്കെ, മലയാളി ആയിട്ട് ഇതിനകത്ത് ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പി നോക്കണം. മലയാളി ചുവയുള്ള ആൾക്കാർ എടുക്കുക. ഇനി നമ്മുടെ ഫേസ് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ഒരെണ്ണം എടുത്തു, നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. യെസ്, അടുത്തൊരാൾ മലയാളം പറയാൻ വരുന്നുണ്ട്. എന്തെങ്കിലും മോശം വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക, നമുക്ക് നോക്കാം.
യെസ്, ഒന്ന് ലോഡ് ആവട്ടെ. ഇത് ലൈവ് ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ 1-2 സെക്കൻഡ്സ് മിനിറ്റ് എടുക്കും അതൊന്ന് വരാനായിട്ട്. യെസ്, മലയാളം ആയതുകൊണ്ടും കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. യെസ്, 4% അത് സ്റ്റാർട്ട് ചെയ്തു, അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. 11% യെസ്. ഇപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അവതാറൊക്കെ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹിന്ദി പറ്റും. മലയാളം മാത്രമേ ഉള്ളൂ. മലയാളം പറ്റുമെങ്കിൽ പിന്നെ ഏതും പറ്റും. ഹിന്ദി പറ്റും. ഹിന്ദിയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതല്ലേ, പറ്റും. അപ്പൊ നമ്മുടെ തന്നെ വീഡിയോസ് നമ്മൾ പല സബ്ജക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രശ്നമുണ്ട്. ഇത് ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഒരല്പസമയം മാത്രം എനിക്ക് തന്നാൽ മതി, കാരണം ഇത് പ്രാക്ടിക്കലി കാണിക്കുന്നതായതുകൊണ്ടും ലൈവ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സമയം എടുക്കും. പക്ഷെ അത് വെർത്താണ്. നമ്മൾ ഈ ഒത്തിരി കിടന്ന് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. 94% ജനറേറ്റിംഗ്. യെസ്, ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ഗെറ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഒരു മിനിറ്റ്, നമ്മൾ കോപ്പി ചെയ്ത ടെസ്റ്റ് മലയാളം തന്നെ ഇരുന്നില്ലേ? 1 സെക്കൻഡ്. ഓക്കെ, മലയാളം നമ്മുടെ ടെസ്റ്റ് മലയാളം അല്ലേ നമ്മൾ കോപ്പി ചെയ്തേ? 1 സെക്കൻഡ്, ഒന്നുകൂടെ ഞാൻ മലയാളം കോപ്പി ചെയ്യാം. യെസ്, റീജനറേറ്റിംഗ്. ലിജു സർ, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഷോർട്ട് കട്ട് അല്ല, പക്ഷേ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിനകത്തുണ്ടെന്നല്ല, മറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടറിനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യാം. നമ്മുടെ ഫോട്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കുറച്ച് സമയം തന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും അവതാർ തരുന്നതുകൊണ്ട് അവതാർ മാത്രം ആയിപ്പോരുത്. നമ്മൾ നമ്മളായിട്ട് തന്നെ ചെയ്യണം. പക്ഷെ ചില ഏരിയാസിൽ നമുക്ക് അവതാർ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിച്ചു തരാണ്. യെസ്, ഈ നമ്മുടെ ഫേസ്ബുക്കിന്റെ സുക്കർബർഗ് ടോട്ടലി അവതാറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു കണ്ണാടി വെച്ചിട്ട് ഉള്ള മെറ്റാവേഴ്സ്. അപ്പോൾ മെറ്റാവേഴ്സിൽ പല ലാംഗ്വേജിൽ അദ്ദേഹം സംസാരിക്കുന്നതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടറിനെ അവതാറായിട്ട് ചേഞ്ച് ചെയ്തിട്ട് അവതാറാണ് സംസാരിക്കുക. അപ്പോൾ സ്ക്രിപ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി സംസാരിക്കുന്ന പോലെ. അപ്പോൾ 100 കണക്കിന് ലാംഗ്വേജുകളിൽ അദ്ദേഹം മെറ്റാവേഴ്സിന്റെ പല ഡെമോൺസ്ട്രേഷൻസ് പ്രസന്റേഷൻ കൊടുക്കും. അത് ആക്ച്വൽ ആളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ അവതാറാണ്. അതും ഫേസ് അവതാർ അല്ല, ഫുൾ ക്യാരക്ടറിനെ അവതാർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഹൈ എൻഡ് ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ടൈം സേവ് ചെയ്യാനായിട്ട് സെലിബ്രിറ്റീസ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന് ഉള്ള ആരോഗ്യസ്ഥിതിയും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അതിനേക്കാൾ അധികമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഇതൊക്കെ കാണാൻ പറ്റും സിനിമയിൽ. അദ്ദേഹം ഇത്രയും പ്രായമില്ലാത്ത രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടും ഓടുന്നതായിട്ടും ചാടുന്നതായിട്ടൊക്കെ, അതെല്ലാം സംഭവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. യെസ്, ഇനി വീഡിയോ ചലഞ്ച് വേണ്ടെന്നോ? ഞാൻ നിർത്തി. ഇനി പറയുന്നില്ല. മൂല്യങ്ങൾ. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്യാം. ലക്ഷ്യങ്ങൾ എന്നിവ മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്ന മനഃപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ പതിവ് ആത്മപരിശോധനയും മനസ്സമാധാനവും നിങ്ങളെ സഹായിക്കും. പ്രതിരോധശേഷി വളർത്തിയെടുക്കൽ. വെല്ലുവിളികളോടും തിരിച്ചടികളോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് വികസിപ്പിക്കുക. പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. തടസ്സങ്ങൾക്കിടയിലും നിങ്ങളുടെ ദീർഘകാല കാഴ്ചപ്പാടിൽ പ്രതിജ്ഞാബദ്ധത പുലർത്തുക എന്നിവയാണ് വ്യക്തിഗത വികസനം. ഓക്കെ, സോ ഇനി ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ശബ്ദം മാറ്റിയിട്ട് എനിക്ക് എന്റെ ശബ്ദം വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പൊ കുറച്ചുകൂടെ ആ ഒരു ശബ്ദം ശരിയാവും. അത് അവരുടെ അവതാറും എന്റെ ശബ്ദവും അങ്ങനെ വേണമെങ്കിലൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ ഗിയർ മാറ്റുന്നു. അവതാറിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അവതാർ മാത്രം മതി എന്ന് വിചാരിക്കും. നോ, വിട്ടു ഷോർട്ട് കട്ടൊക്കെ വിട്ടു. ഇനി നേരെ അടുത്തേക്ക് ഞാൻ പോകുന്നു. സോ ഇനി അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റിംഗ് ക്ലിപ്സ്, നമുക്ക് ചെയ്യുന്ന ചില ക്ലിപ്സിനെ, ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചെയ്തൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിനെ ഒറ്റ ഇതുകൊണ്ട് എനിക്ക്
ഇൻസ്റ്റയിലെ റീലായിട്ട് മാറ്റാം. ഞാൻ ചെയ്തിരിക്കുന്നത് റെക്കോർഡാണ്, പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആണ്. പക്ഷെ ഇതിനെ എനിക്ക് ഇൻസ്റ്റ റീൽസ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ചിൽ പോയിട്ട് ഇൻസ്റ്റ റീൽ എന്ന് ഞാൻ ക്ലിക്ക് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ അത് ഇൻസ്റ്റയുടെ റീലായിട്ട് വരും. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടത് സൈഡിൽ എനിക്ക് സബ് ടൈറ്റിൽസ് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഓട്ടോ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാനിവിടെ ഇതിൽ വാട്ട് ലാംഗ്വേജ് മലയാളമാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ മലയാളം കൊടുത്തു. ഇതിന് ഓട്ടോ സബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ റീൽസിനായിട്ടുള്ള ഒരു വീഡിയോ അപ്പം തന്നെ ആയി. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നോർമൽ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ഒറ്റ ക്ലിക്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കോ മറ്റേ സ്റ്റോറിയിലേക്കോ ഉള്ള ലിങ്ക്ഡനോ മറ്റേ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എഡിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാ റീലിന് വേണ്ടിയിട്ട് നമ്മുടെ സബ് ടൈറ്റിൽസ് ജനറേറ്റ് ആവുന്നത്. ഞാൻ പറയുന്ന മലയാളം ആണെങ്കിൽ പോലും അതിന് ഇംഗ്ലീഷ് ആയിട്ട് സബ് ടൈറ്റിൽസ് വരും. ഓക്കെ, അത്രയും സബ് ടൈറ്റിൽ ഇവിടെ വന്നു. ഓക്കെ, ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മലയാളത്തിലും വരും. ഞാനിവിടെ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലും വരും. ഇപ്പം ഞാൻ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ കാണിക്കാം. ഓക്കെ, യെസ്, ഇവിടെ താഴെ നിങ്ങൾ അത് കാണുന്നുണ്ടല്ലോ അല്ലേ, താഴെ മലയാളത്തിൽ എഴുതി വന്നിരിക്കുന്നത്. യെസ്, ഇവിടെ എനിക്ക് മലയാളത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ മലയാളം പറയുമ്പോൾ എൻ്റെ മലയാളം തന്നെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതി വരാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ വരുന്നുണ്ടോ താഴെ ഞാൻ എഴുതി പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? യെസ്, ഇതിന് കുറച്ചുകൂടെ ഏതെങ്കിലും കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ നോക്കിയേ. ശ്രമിക്കുക. അതും നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിനെ കൊണ്ടുവരിക. ചിലപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇച്ചിരി വീക്ക് ആണെങ്കിൽ അക്കൗണ്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടബിലിറ്റിയിലേക്ക് പോയി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നിങ്ങളുടേതായിട്ടുള്ള നല്ല നല്ല കൂട്ടുകാരെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ നല്ല രീതിയിൽ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. യെസ്, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കുന്നത് കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ഒത്തിരി മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് നല്ല കണ്ടന്റുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമന്റും പുതിയ കണ്ടന്റിനുള്ള അവസരമാണ്. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. പുതിയ നല്ല വാല്യൂ കണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. ഓക്കെ, ഇതിന്റെ എഴുത്തുകൾ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കുന്ന എഴുത്തുകൾ ഇവിടെ എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വാക്കുകൾ കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷെ മലയാളം അവിടെ വരും, മലയാളം പോലും വരും. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. സോ ഇനി ഞാൻ അതിന്റെ ഇംഗ്ലീഷും കാണിക്കാം. ഇനി ഞാൻ ഇതിനെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. യെസ്, സബ് ടൈറ്റിൽ ഇവിടെ ഏറ്റവും മുകളിലേക്ക് വരാം. ഈ ഉള്ള ഇതിനെ ഞാൻ എടുത്ത് കളയാം. ഇപ്പൊ ചെയ്തതിനൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി പുതുതായിട്ട് ഒരെണ്ണം കൂടെ ഇംഗ്ലീഷിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വരുന്നില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. മലയാളം എന്നുള്ളിടത്ത് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിലായിട്ട് ടൈപ്പ് ചെയ്ത് വരും. ഓക്കെ, സൂം വീഡിയോ ഒക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൂം ആവുക പോവുക ഇങ്ങനത്തെ പരിപാടികളെല്ലാം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഫൈനലി പറയുന്നത് ഏത് പ്ലാറ്റ്ഫോം ആണോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക്, ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അത് മാറും. അപ്പോൾ എഡിറ്റിംഗ് ജോലി ഒത്തിരി കുറയും. പക്ഷെ അതേ സമയത്ത് ഒരു ആളിരുന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10 വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം പോകും. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ളൊരു നല്ല ഡിജിറ്റൽ ലീഡർഷിപ്പിൽ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടി വരും. ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് എഡിറ്റിങ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയാൽ ബുക്കുകൾ നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ നടക്കാനായിട്ട് ഒരാളെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ, ഇതിലെ ഇത് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിലെ ലാംഗ്വേജ് ഞാൻ കൊടുത്തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ കൊടുത്തിട്ട് അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ മൊബൈലിലും പോസിബിൾ ആണോ? അതെ, മൊബൈലിലും ഇത് ചെയ്യാനൊക്കെ പറ്റും, കമ്പ്യൂട്ടറിലും പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ സാധനം നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ മണിക്കൂർ എടുക്കും. അതുപോലെ ഈ താഴെ വരുന്നത് ഒന്ന് നോക്കിയാൽ ചെറിയ രീതിയിലാണ് എഴുതി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പേഴ്സണലി ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. പക്ഷേ ഇത് നമുക്ക് ടൈം സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാം. ഇനി ഡയറക്റ്റ്ലി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് വിടാനായിട്ട് പറ്റും.
ഇനി ഇതല്ല നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ധാരാളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി ഉള്ള ഇതുപോലെയുള്ള ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ ഏത് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇങ്ങനെ കുറെ ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാ കൊള്ളാവുന്ന ടെംപ്ലേറ്റ്സ്? യെസ്, ഇന്റർനാഷണൽ ഏതെങ്കിലും ഒരു നല്ല ടെംപ്ലേറ്റ്സ് ഒന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പൊ ഇതിലെ ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും എനിക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് അതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മുടേതായിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി വീഡിയോസ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെയാണ് വീഡിയോ പോകുന്നത്. ഇതിന്റെ എഴുത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടോ, താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓക്കെ, എനിക്ക് ഇതിൽ എന്റെ ഈ വീഡിയോ റീപ്ലേസ് ചെയ്തിട്ട് എന്റെ വീഡിയോ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് വരും. ഇതിനകത്ത് ഇടയ്ക്ക് പോകുന്നത് ഇതൊക്കെ ഉണ്ടോ? GAAP are uniform accounting principles for private companies and non-profits in the US. These principles. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറെ ടെംപ്ലേറ്റ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ ടെംപ്ലേറ്റ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ എടുത്തിട്ട് അതിനെ നമ്മുടെ ഡിസൈനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി AI to വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞാൻ കൊടുത്താൽ അതിന്റെ വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ChatGPTയിൽ നേരത്തെ എടുത്ത ഒരു കണ്ടന്റ്, സെൽഫ് ഡെവലപ്മെന്റ് കണ്ടന്റ് എടുത്തു. വെറുതെ ഞാൻ ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലേക്കാണ്. ജനറേറ്റ് വീഡിയോ കൊടുത്താൽ ആ കണ്ടന്റിന്റെ വീഡിയോ ജനറേറ്റ് ആവും. ഓക്കെ, വെറുതെ ChatGPTയിലെ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ വരുന്ന നോക്കിക്കോ, അതിൽ താഴെ അവതാരം വരുന്നുണ്ടാവും, ഇതും വരും. അപ്പം ആ കണ്ടന്റ് ഫുള്ള് അവതാരം ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനൊക്കെ കൂടി പറയും. അതിന്റെ ടെസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇനി ഞാനിവിടെ കണ്ടിന്യൂ ചെയ്താൽ, ആവശ്യമുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ ഞാൻ കൊടുക്കുന്ന സ്ക്രിപ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, അവതാർ എല്ലാം സെറ്റായിട്ട് എനിക്കിവിടെ സെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിന്റെ ടോണ്, ശബ്ദത്തിന്റെ ടോണ് മോട്ടിവേഷണൽ ആണെങ്കിൽ മോട്ടിവേഷൻസ് കൊടുക്കാം. ഓഡിയൻസ് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൊടുക്കാം. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ ആ സ്ക്രിപ്റ്റ് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അതിവിടെ ഒരു വീഡിയോ ക്രിയേറ്റഡ് ആവും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ റീൽസ് ചെയ്യണമെങ്കിൽ ChatGPT കോപ്പി കണ്ടന്റ് വീട് പേസ്റ്റ് ചെയ്തിട്ട് 1-2 സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടപെടാന്ന് ഇതാ ഇവിടെ നമ്മുടെ വീഡിയോ റെഡി. റെക്കോർഡിംഗ് ബെസ്റ്റ് ടേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. 90%. യെസ്, നമ്മുടെ ശബ്ദം, നല്ല നല്ല മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ് 90% ഡൺ. ഓക്കെ, അതിനെ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് അസറ്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ റെഡി. അപ്പോൾ നമുക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റും. അതിൻ്റെ ഫുട്ടേജ് കാര്യങ്ങളെല്ലാം, അതിനാവശ്യമായിട്ടുള്ള ഫുട്ടേജ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുക. ഞാൻ ചെയ്തത് ChatGPTയിൽ നിന്ന് കണ്ടന്റ് കോപ്പി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഫൈനൽ എൻഗേജിങ് കട്ടിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഫൈനൽ ടച്ച് നടക്കുന്നു. യെസ് 90%. യാ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ദ ഫൈനൽ ഇതിലേക്ക് എത്തി. യെസ്, ഫൈനൽ 100%ലേക്ക് എത്തി. നമുക്ക് നോക്കാം. യെസ്, ഏറ്റവും അവസാനത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ എങ്ങനെ വരും നോക്കട്ടെ. സമയം എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കാം. നമുക്ക് നോക്കാം. യെസ്. ഓക്കെ, ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഒരു അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് പോവാം. ഇതൊന്ന് ആയിക്കോട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ടൈം സേവ് ചെയ്യാം. വീഡിലേക്ക് പോവാം, നിങ്ങളുടെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വീട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം.
യെസ് ഇതാ കിട്ടി. ഓക്കെ, സോ ഞാൻ ചെയ്തത് എത്ര സെക്കൻഡാന്ന് നോക്കണേ. ഞാൻ ചാറ്റ് ജി ടി പി പോയി ഒരു കണ്ടന്റ് എടുത്ത് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. 1 മിനിറ്റോ 2 മിനിറ്റോ ആയിട്ടേ ഉള്ളൂ. വീഡിയോ നോക്കിക്കോണേ, അത് വലുതായിട്ട് തന്നെ ഞാൻ കാണിക്കാം. നോക്കി. Continuous learning is a journey I embrace every day. I dive into books, attend workshops, and soak up lessons from every experience. Each step outside my comfort zone is a chance to grow, to expand my skills, and to redefine my limits. Self-awareness is my compass. By understanding my strengths and weaknesses, I can align my actions with my values and goals. Regular introspection helps me make intentional choices that propel me toward my aspirations. Building resilience is crucial. Life throws challenges my way, but I've learned to adapt and bounce back. Embracing a positive mindset allows me to see failures as stepping stones rather than roadblocks. Staying committed to my vision, no matter the obstacles, fuels my personal development. Every setback is just a setup for a comeback. യെസ്, നിങ്ങൾ മാജിക് കണ്ടോ? ഇനി ഇതേ സാധനം ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇത്രയും വീഡിയോസ് ഇമേജ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ടൈറ്റിലൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ എടുക്കും? യെസ്, ഗുഡ്. അതിൻ്റെ ഒരു ഇത് മനസ്സിലായോ? ഡെപ്ത് മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്, തീർന്നിട്ടില്ല. ഓക്കെ, ഒരല്പം കൂടെ സമയം പോകുന്നുണ്ട്. ഓക്കെ, അതിന്റെ പോസിബിലിറ്റി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, ബുദ്ധിമുട്ടല്ല. ഏറ്റവും നന്നായിട്ട് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏറ്റവും അവസാനം ഞാൻ വെച്ചിരിക്കുക. സോ അടുത്തതിലേക്ക് വരുന്നു. തീർന്നിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. യെസ്, നമുക്ക് നോക്കാം ഇനി അടുത്ത ഓപ്ഷൻ. ഓക്കെ, ഞാൻ എല്ലാം ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബ്രാൻഡ് കിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ലോഗോസ്, നമ്മുടെ കളർ തീം ഇതെല്ലാം ക്യാൻവയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ രീതിയിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനകത്ത് പലതരത്തിലുള്ള ഇമേജ് കാര്യങ്ങൾ വരുന്നുണ്ടാവും. പക്ഷെ അതല്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഇമേജ് വേണം, എൻ്റെതായിട്ടൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കണ്ടിന്യൂസ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് വേണം. ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഓട്ടോമേറ്റഡ് വീഡിയോസ് ഉണ്ട്. അതല്ലാതെ എനിക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ക്യാൻവയിൽ വന്നതിന് ശേഷം എനിക്ക് ഇടത് സൈഡിൽ ഡ്രീം ലാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്രീം ലാബ്, അതിലെ കണ്ടിന്യൂസ് ലേണിങ്ങിനെ കുറിച്ച് എനിക്കൊരു ഇമേജ് വേണമെങ്കിൽ ക്യാൻവ ഡ്രീം ലാൻഡ് ആ ഒരു വേർഡ് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. വിത്തിൻ സെക്കൻഡ്സ് കണ്ടിന്യൂസ് ലേണിങ്ങിന്റെ മനോഹരമായിട്ടുള്ള റിയൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതല്ലാതെ നല്ല ഇമേജസ് കിട്ടും. അപ്പോൾ എനിക്ക് ഇതിൽ കണ്ടിന്യൂസ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഇമേജസ് ഇതിൽ ഏത് വേണമെങ്കിലും എനിക്കിവിടെ യൂസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ഒരു ഇമേജ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. അതിന്റെ ആ ഒരു വാക്ക് എടുക്കുക, അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് അവയർനെസിന്റെ ഇമേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ആവും. ആ രീതിയിൽ ഓൾറെഡി വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് വരുന്നത് തന്നെ എനിക്ക് എൻ്റെതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണം, മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ചെയ്യാം. ഓക്കെ, സെൽഫ് അവയർനെസിന്റെ വീഡിയോ ഇമേജസ് വരും. ഇനി അതല്ല, ബിൽഡിംഗ് റെസിലിയൻസ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ അതിനെ കോപ്പി ചെയ്യാം, വാക്ക് ക്രിയേറ്റ് ചെയ്യാം, ഏത് വേണമെങ്കിലും ജസ്റ്റ് ജനറേറ്റ് ചെയ്യാം. നല്ല ഇമേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. നോക്കാം. ഗുഡ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും ഗൂഗിളിൽ മറ്റൊന്നും പോവാതെ തന്നെ നമുക്കിവിടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി കുട്ടികൾ കളിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ കിഡ്സ് പ്ലേയിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വീഡിയോസ് കിട്ടും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുമായിട്ട് ആ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി ഫൈനൽ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, ഏറ്റവും അവസാനത്തെ ഒരു ടിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ക്രിയേറ്റിംഗ് ക്ലിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റിംഗ് ക്ലിപ്സ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു കുഞ്ഞു മാജിക് നടക്കും. ഓക്കെ, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? യെസ്, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ? യെസ്. ഡൗൺലോഡ്, അതിനകത്ത് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ഒരു മാജിക് കാണിക്കാനും പോവാണേ. ഓക്കെ, ശകല സമയം എടുക്കും. ഞാൻ ലെങ്തി വീഡിയോ ആണ് കാണിക്കുന്നതിൽ. ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ്സിനെ അത് എനിക്ക് ഷോർട്സ് ആക്കി തരും. ഇപ്പം ഞാൻ ഒരു വലിയ വീഡിയോ കൊടുത്താൽ ആ വീഡിയോയിൽ ഏതൊക്കെയാണോ കുഞ്ഞു മൊമെന്റ് ആയിട്ടുള്ളത് അത് മുഴുവൻ എനിക്ക് കട്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. എനിക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഗോൾ ബുക്ക്, ഓക്കെ, ഇത് ശരിക്കും 17 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. ശകല സമയം എടുക്കുമായിരിക്കും, പക്ഷെ എങ്കിലും ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. കുറച്ചുകൂടെ ചെറിയ വീഡിയോ കാണിക്കാനുള്ള സാധ്യതയുണ്ടോ നോക്കട്ടെ.
ഓക്കെ, ഞാനൊരു ടെസ്റ്റിമോണിയൽസിനെ ഒന്ന് എടുത്തു നോക്കാം. ഇതൊരു ടെസ്റ്റിമോണിയലാണ്. ഇത് ഞാൻ കോപ്പി ചെയ്തു. ഇത് ഒരു ലെങ്തി വീഡിയോ ആണ്, ശരിക്കും 12 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക്, അത് ഏത് വീഡിയോ ആയിക്കോട്ടെ, അതിന്റെ ലിങ്ക് ഞാൻ എടുത്തു, ഇവിടെ കൊടുത്തു. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുക്കുന്നു. അതിന്റെ ഇത് ലിങ്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പ്. ഇപ്പൊ അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ചെയ്തല്ലേ, ഈ മീറ്റിംഗിന്റെ ഇത്രയും സമയം, 1 മണിക്കൂർ അതിൽ കൂടുതലുള്ള സമയം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട്, ഈ ഡൗൺലോഡ് ചെയ്തതിന്റെ യൂട്യൂബിൽ അൺലിസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ആ വീഡിയോ എടുത്ത് കൊടുത്താൽ, ഇപ്പൊ നമ്മൾ 12 പോയിന്റ് ആദ്യം പറഞ്ഞില്ലേ, ഈ 12 പോയിന്റിലും ഏറ്റവും പീക്കായിട്ട് ഞാൻ ഇമോഷണലി പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് മാത്രം എടുത്ത് അത് റീൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം പക്കയായിട്ട് തരും. അപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ നമ്മൾ കൊടുത്താൽ അതിനെ ഒരു 10 പീസാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള റീലാക്കി തരും. ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് യൂട്യൂബിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ടീസർ വീഡിയോസ് ചെയ്യും. അതും വളരെയധികം ഹുക്ക് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റും എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി സംഭവിക്കുക എന്ന് ഞാനൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. സമയം കുറച്ച് എടുക്കുമായിരിക്കും, പക്ഷെ നമ്മളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മുതൽ കാണിച്ചാൽ, ആദ്യം മുതൽ ഫ്രഷ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ക്ലിപ്പ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കിത് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക, ക്രിയേറ്റ് ക്ലിപ്പ് എന്ന് കൊടുക്കുക. കൊടുക്കാനായിട്ട് പറയുമ്പോൾ എനിക്കിവിടെ ഏത് ഫോർമാറ്റിലേക്ക് വരണമെന്ന് ചോദിക്കും. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റൈലിലുള്ള എഴുത്തുകളുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് എഴുത്ത് വരേണ്ടത്, അതിൻ്റെ ലുക്ക് ആൻഡ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു എഴുത്താണ് കൊടുക്കുന്നതെങ്കിൽ അതെടുക്കാം. അതിൻ്റെ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പ്രത്യേകമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് പോർട്രേറ്റ് ആണോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ലാംഗ്വേജ്, ഒറിജിനൽ ലാംഗ്വേജ് എന്നുള്ളത് ഏതാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഞാൻ അതൊന്നും ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി എഡിറ്റിലേക്ക് പോകുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ആ ഒരു ഇത് ക്രിയേറ്റ് ആവുന്നുണ്ട്, നോക്കാം. ഓക്കെ, നേരത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഫുള്ള് ഡൗൺലോഡ് ചെയ്യണം. വിത്തിൻ സെക്കൻഡ്സ് അത് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച പോർഷൻസ് എടുത്ത് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് റീൽ തരും. അപ്പോൾ നമ്മൾ ഒരു വീക്ക്ലി മീറ്റിംഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആ വീക്ക്ലി മീറ്റിങ്ങിന്റെ റെക്കോർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ വീക്ക്ലി മീറ്റിങ്ങിന്റെ റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 വർഷത്തെ റെക്കോർഡ് കണ്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച പോർഷൻസ് എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഒരു എഡിറ്റർ എടുത്ത് പറഞ്ഞാൽ അദ്ദേഹം എത്ര നാളെടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോ ഒരു കമ്പ്യൂട്ടറിനെ മാറ്റി വെച്ചിട്ട് അതിലോട്ടൊരു ഫയൽ കോപ്പി ചെയ്തിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു സൈഡിൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയുണ്ട്? 2 വർഷത്തെ കണ്ടന്റ്സിനെ ഞാൻ ഈ ഒരു വീഡിയോയിലിട്ടിട്ട് റീൽസ് ആക്കാൻ പോവാം. 1000 റീൽസ് 1 ഡേ എഡിറ്റിംഗ്. ഇറ്റ് ഈസ് പോസിബിൾ. യെസ്, സോ കണ്ടന്റ് ക്രിയേഷൻസ് ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടല്ല. ഇതുപോലുള്ള ടൂള് ജസ്റ്റ് ഇന്റർനെറ്റിന്റെ പൈസ ആവുന്നുള്ളൂ. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ പോലും ഇതിന്റെ ഫുൾ ഫ്ലെഡ്ജ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഗെറ്റ്. അപ്പോൾ ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു. യെസ്, ഓക്കെ, ഒന്ന് ലോഡ് ആവട്ടെ. 100% നമുക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ മാനുവലി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇത് ചെയ്തു തരും, വീട് ചെയ്തു തരും. ഓക്കെ, ഞാൻ ഈ വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പല ആപ്ലിക്കേഷൻസും മണിക്കൂറുകൾ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കി, പ്രാക്ടീസ് ചെയ്തു. അതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, എല്ലാ ഓപ്ഷനും ഉണ്ട് അബു സാർ. ജസ്റ്റ് യൂട്യൂബിലേക്ക് കയറിയിട്ട് വീടെന്ന് എൻ്റർ ചെയ്തിട്ട് സൂം ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. കാരണം വീട് ഓൾറെഡി ഉള്ള നല്ലൊരു ഇതാണ്. യെസ്, അതിലെന്തോ ഒരു ഇഷ്യൂ പറ്റി. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ട്രൈ ചെയ്യാം. യെസ്, ഞാൻ ഒരു ആ സെയിം വീഡിയോ തന്നെ ട്രൈ ചെയ്യാം. എന്താണ് പറ്റിയെന്ന് നോക്കണമല്ലോ. ഞാനത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. യെസ്, വാച്ച് വീഡിയോ, ഗെറ്റ് ക്ലിപ്പ്. ലാംഗ്വേജ് മലയാളം അടിച്ചു നോക്കാം. ഒറിജിനൽ ലാംഗ്വേജ് ക്രിയേറ്റ്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ യൂട്യൂബിൽ പോയി ആ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ പിന്നെ എഡിറ്റ് ചെയ്യണം. നോക്കാം, 1-2 മിനിറ്റ് കൂടുതൽ എടുത്താലും നമുക്ക് ചെയ്യാം. ഇതിനെ ജാപ്പനീസിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല ലാംഗ്വേജിലൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ ഈ സാധനത്തിനെ. അപ്പോൾ നാളെ നമുക്ക് ഹിന്ദിയിലും തമിഴിലും അറബിക്കിലൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റും. അത്രയും കാലം മാറിക്കൊണ്ടിരിക്കുക. അടുത്തൊരു 1 ഇയർ കൂടെ കഴിയുമ്പോൾ നമ്മുടെ സൂമിൽ മറ്റൊരു വലിയൊരു മാറ്റം വരുന്നത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അത് നടക്കട്ടെ. ഇപ്പം ഞാൻ സൂമിൽ സംസാരിക്കുന്ന മലയാളത്തിലാണ്. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും. ഹിന്ദി ചൂസ് ചെയ്താൽ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഹിന്ദിയിൽ കേൾക്കും.
എങ്ങനെ ഉണ്ടാവും? സൂമിൽ വരാൻ പോകുന്ന ഒരു വലിയ ചേഞ്ച് ആണ്. അതിന്റെ ഒരു പ്രൊട്ടൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഹിന്ദിയിലും തമിഴിലൊക്കെ ക്ലാസ് എടുക്കും. ഞാൻ മലയാളത്തിൽ ഇവിടെ പറയുമ്പോൾ ലോകത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ വന്ന് ക്ലാസ് കേൾക്കും. നമ്മുടെ മാറുന്ന കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യാം, ലാംഗ്വേജ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റന്റ് ലാംഗ്വേജ് ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന വലിയൊരു വിപ്ലവം. ഇപ്പോൾ ChatGPT വന്നപ്പോൾ ഗൂഗിൾ സെർച്ച് ഒരു സൈഡിലേക്ക് പോയി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഗൂഗിളും സൂമും അതുപോലെയുള്ള മൾട്ടിനാഷണൽ പ്ലാറ്റ്ഫോംസ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻസ്റ്റന്റ് ലാംഗ്വേജ് ചേഞ്ച് ആര് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ലാംഗ്വേജ് ചേഞ്ച് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നിലവിൽ. പക്ഷെ അത് ഫൈൻ ട്യൂൺഡ് ആയിട്ട് പറയുന്ന വാക്ക് അതുപോലെ കിട്ടിയില്ലെങ്കിൽ, ഞാനിപ്പം ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ തെറ്റായ വാക്കാണ് അപ്പുറത്തെ സൈഡ് കിട്ടുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഇത് ലൈവും കൂടിയാണ്, എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം. അതുകൊണ്ട് തന്നെ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലുണ്ട് ആ കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഫൈൻ ട്യൂണിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈൻ ട്യൂണിങ് കഴിഞ്ഞിട്ട് അതിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വെർഷനിലേക്ക് പുറത്തേക്ക് വിടുന്ന ഇത് വരുന്ന ദിവസങ്ങളുണ്ടാവും. അത് വന്നു കഴിയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കേൾക്കാം. ഓക്കെ, അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ആ ലെവലിലോട്ട് ടോട്ടൽ ചേഞ്ചിലേക്ക് മാറും. ഓക്കെ, സോ നമ്മുടെ മാജിക് കട്ടുകൾ വരുന്നുണ്ട്. ഒന്ന് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുക്കാം. മാജിക് കട്ട് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് ആയിരിക്കുന്നത്. 30%ഓളായി. ഷോൺ, you have explained earlier. I asked now your video shown. You have explained earlier. Do you have ഞാൻ വരാം ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഞാൻ ഡയറക്റ്റ് എടുക്കാവേ. ഓക്കെ, നമ്മുടെ മാജിക് കട്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ഷെയർ ചെയ്യാനുണ്ട്. ഞാനൊന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് അടുത്തയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. മാജിക് കട്ട് 52%. യെസ് good. %74%, 75%. Yes. Good. 80%. യെസ്, ഡൺ. ഇതാ നോക്കിക്കോ, ദ മാജിക് നോക്കിക്കോ. ഇവിടെ ഞാൻ ഇതിന്റെ റാങ്കിങ് ഉൾപ്പെടെ നോക്കിയേ. ഈ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, യൂട്യൂബിൽ 2 ബോക്സ് ആയിട്ട് വന്ന വീഡിയോ ആണ് അല്ലെ. ഇടത് സൈഡിൽ ഒരാളുണ്ടായിരുന്നു, വലത് സൈഡിൽ ഒരാളുണ്ടായിരുന്നു. ഇത് കാണുന്നുണ്ടോ? ഇത് ഇങ്ങനെയല്ലേ വീഡിയോ ഇരുന്നേ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത്. പക്ഷെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. മുകളിൽ അദ്ദേഹം എന്റെ വീഡിയോ കറക്റ്റ് എഡിറ്റ് ചെയ്ത് വന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് 4 മാസം 5 മാസത്തോളമായി. പക്ഷെ എന്താ സംഭവിച്ചത്, ഇത് ഫുൾ ടൈം വരാൻ പറ്റുക ഇപ്പോഴാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അടുത്തൊരു 2-3 ആഴ്ച, ഒരു 5-6 ആഴ്ചയായിട്ട് മാത്രമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. ആദ്യം തുടക്കത്തില് നമുക്കൊരു തോന്നുന്നുണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നല്. ഈ 7 വർഷം ഇങ്ങനെ നിന്ന ഒരാളല്ലേ ഇത്, ഇതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ഉണ്ട്. പിന്നെ ഇതിനോട് വന്നു കഴിഞ്ഞപ്പോഴാണ് 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ ദിവസം കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ വീഡിയോ ചലഞ്ച് തന്നെ ഇപ്പം 4 കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. വളരെ എളുപ്പം തന്നെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അതെ, വളരെ സന്തോഷം സാർ. ഈ ഒരു ജേണി ഇങ്ങനെ പോട്ടെ. നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിയണം. കൃത്യമായിട്ട് സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാം. ഫൈനലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ഫ്രീഡം ഫിനിഷർ, പിന്നെ ഹോൾ ഓഫ് ഫെയിം, അതിനുശേഷം ഒരു 1 year അച്ചീവ് ചെയ്യുന്ന ഒരു അവാർഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള അച്ചീവ്മെന്റ്സിൽ ഒരുമിച്ച് കൂടാം. വളരെ സന്തോഷം സാർ. ഓക്കെ, സോ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബ് വാച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കൊടുക്കും. ഓക്കെ, ഇത് ആ സെയിം വേദിയിൽ നിന്ന് എടുത്തിരിക്കുന്ന 2ാമത്തെ ക്ലിപ്പാണ്. നോക്കിയേ, ഇവിടെ എഴുത്ത് വരുന്നുണ്ട്, അതിന്റെ ഹുക്കിന്റെ പോയിന്റിംഗ് ഉണ്ട്, 10ൽ എത്ര മാർക്ക് ആണെന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഇതിൽ ക്യാപ്ഷൻ വരെ വരുന്നുണ്ട്. നോക്കിയേ, ഇവിടെ ആ മുകളിൽ കണ്ടാവും റിയലൈസേഷൻ ഓഫ് അച്ചീവ്മെന്റ്സ്, ക്യാപ്ഷൻ വരെ ഇവിടെ വരുന്നുണ്ട്. എ പേഴ്സണൽ ജേർണി ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് അടുത്തത് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഒരു ഏജൻസിയെ വെച്ചിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത ബിസിനസ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് കിട്ടുന്ന വെച്ചിട്ട് അല്ലാതെ എന്റെ സാധാരണ ഞാൻ പേഴ്സണലായിട്ട് അല്ലാതെ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ കൂടെയാണ് സെയിൽ കൺവേർഷൻ നടത്തുന്നത്. അതിലൂടെ പഠിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോഴാണ്
ഇത് നടക്കുന്നില്ല എന്ന് തോന്നി. പിന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാഫിനെ വെച്ചു. ഉം. ഡിജിറ്റൽ മാർക്കറ്റ് സ്റ്റാഫിനെ വെച്ച് ഒരു 5-6 മാസം ചെയ്തിട്ടും ക്ലിയർ ആകുന്നില്ല എന്ന് തോന്നിയപ്പോ എനിക്ക് ഇത് എന്താണെന്ന് പഠിക്കണമല്ലോ, ഇത് എങ്ങനെ പറഞ്ഞിട്ട് നടക്കാതെ, എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയില്ല. ഉം. അത് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏകദേശം കാര്യങ്ങളെല്ലാം ഒന്ന് മാറിയത്. ഓക്കെ, ഡൺ. ഓക്കെ, അടുത്തത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിപ്പ് മാത്രമാണ് അത് എടുക്കുന്നത് എഡിറ്റിങ്ങിനായിട്ട്. അടുത്തത് നോക്കാം. ഒരു മാസം പറഞ്ഞു ഡേറ്റ് വേണം. ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് രാത്രി ഇരുന്നിട്ട് വളരെ എളുപ്പത്തിൽ ക്യാൻവ എന്ന സോഫ്റ്റ്വെയറിൽ കൂടെ വളരെ എളുപ്പത്തിൽ ഇതിൽ കൂടെ ഇങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ പഠിച്ച് എടുക്കുകയും ചെയ്തു. ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് വെബ്സൈറ്റ് ആയി സ്വന്തമായിട്ട്. ഓക്കെ, കണ്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം എടുക്കുന്നത്. ഒരു മെയിൻ വീഡിയോ എത്ര വീഡിയോ ക്രിയേറ്റ് ആയി നോക്കിയാൽ. ഇപ്പോഴും സ്വന്തമായിട്ട് പഠിക്കാൻ ഒരു മനസ്സ് കാണിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്തായിരിക്കും സാർ ഇപ്പൊ പറയാ? കയ്യിൽ നിന്ന് വെറുതെ ക്യാഷ് കളയുക, അത് കളഞ്ഞ് ഓട്ടോമാറ്റിക് ചിലവെല്ലാം പഠിച്ചോളും. കാരണം ഞാൻ പഠിക്കാൻ തന്നെ ഇതിപ്പോ 6-7 വർഷം കഴിഞ്ഞു പഠിക്കണമെന്ന് തോന്നി. യെസ്, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഉം. തിരക്കിടക്ക് ഞാനിത് വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാതെ, കോഴ്സെല്ലാം പൂർത്തീകരിക്കാതെ എല്ലാം വരുന്നുണ്ട്. ചില തിരക്ക് കാര്യങ്ങൾ തമിഴ്നാട് ഇങ്ങനെ 3 സ്ഥലത്താണ്. കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ പരമാവധി ഞാൻ രാത്രി ഇരുന്ന് 2-3 മണി വരെ ഇരുന്നിട്ട് ഞാൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻജോയ് സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ഇതിലും പഴയ ക്ലബിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല സമയത്ത് ഞാൻ ഓക്കെ. സോ ഇനിയുണ്ട് ഇവിടെ നമുക്ക് താഴെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഇത് തന്നെ വീണ്ടും 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 താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കഴിയുന്ന മാക്സിമം ക്ലിപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഹെഡിങ്സ് ഉണ്ടായിരിക്കും. ജസ്റ്റ് കോപ്പി ചെയ്ത ഹെഡിങ് അതുപോലെ നമ്മൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ചെയ്യാം. ഇനി ഞാനിതിനെ ഡൗൺലോഡ് ചെയ്താൽ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് വീണ്ടും റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ലെങ്തി വീഡിയോ ആണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്ത് റീൽസ് ആക്കി മാറ്റാം. അതും പ്രധാനപ്പെട്ട റീൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇതിനെ തന്നെ ഡയറക്റ്റ്ലി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇല്ല നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതിയെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഇതിനകത്ത് MP4 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വരും. ഇപ്പോൾ എനിക്കിത് ഡൗൺലോഡ് ചെയ്ത് വന്നു. ഇനിയും നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിനെ എനിക്ക് ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സക്സസ് സ്റ്റോറി ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. സക്സസ് എന്നുള്ളൊരു പേര് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നമ്മുടെ ഒരു ഫോട്ടോ കൊടുക്കുന്നു. എന്നിട്ട് ഇതിനകത്താണ് ആ വീഡിയോ ഇടേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിത് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടെംപ്ലേറ്റ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പിന്നെ വർക്ക് ചെയ്തോളും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് പോയിട്ട് നമുക്കിവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഞാൻ ആ ഒരു പ്രോജക്റ്റ് തന്നെ ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പ്രോജക്റ്റ് എടുക്കുന്നു. ഇതിലേക്കാണ് ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാം. ഇവിടെ അപ്ലോഡ് കൊടുക്കുന്നു. അതിനുശേഷം അപ്ലോഡ് ഫയൽ എന്നുള്ള കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത ആ ഫയലിനെ ഇതിലേക്ക് ഒന്ന് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എനിക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 4 മാസം 5 മാസത്തോളമായി. പക്ഷെ ക്ലിക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ഈ ബോക്സിലോട്ട് ഇടാം. ഓക്കെ, കണ്ടോ? എന്നിട്ട് അതിനെ എനിക്ക് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ 4 മാസം 5 മാസത്തോളമായി. പക്ഷെ ഓക്കെ, അതിൻ്റെ പൊസിഷൻ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാം. ഫുൾ ടൈം വരാൻ പറ്റുക ഇപ്പോഴാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അടുത്തൊരു 5-6 ആഴ്ചയായിട്ട് മാത്രമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. ആദ്യം തുടക്കത്തില് നമുക്ക് ഞാനത് ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണിക്കാം. ഇതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്യാൻവയിൽ നമ്മൾ ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് അതിനെ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് ആയിട്ട് നമുക്ക് മാറുകയും ചെയ്യും. കുറച്ചുകൂടെ ആൾക്കാർക്ക് വാച്ച് ഫുൾ വീഡിയോ ഓൺ ദ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലേക്ക് നമുക്ക് വിടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട് അവിടെ കിട്ടും. ഓക്കെ, ഗുഡ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.